നമസ്കാരം. സാക്ഷി ടി വിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കേവർക്കും ഞങ്ങളുടെ ഒരു ശുഭദിനം ആശംസിക്കുന്നു. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി മിനി സുനിൽ അവരുടെ വീട്ടിലാണ്. ക്ഷീര കർഷക എന്ന നിലയിൽ ഈ വരുന്ന 26-ാം തീയതി നടക്കുന്ന റിപ്പബ്ലിക് പരേഡിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ചടയമംഗലത്തു നിന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കുടുംബവും ഡൽഹിയിലേക്ക് തിരിക്കുകയാണ്. ഇന്ന് രാത്രി നെടുമ്പാശ്ശേരിയിൽ നിന്നും അവർ പരേഡിൽ പങ്കെടുക്കാനായി ഡൽഹിക്ക് തിരിക്കും. അതിൻ്റെ വിശേഷങ്ങളുമായി സാക്ഷി ടി വി ഒപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ്. രാവിലെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പശുവിന്റെ വിശേഷങ്ങൾ തന്നെ. അപ്പോൾ പശു വളർത്തലൊക്കെ സന്തോഷമാണോ? ഞങ്ങളൊരു വിവരം അറിഞ്ഞു. ഒരു ക്ഷീര കർഷക എന്ന നിലയിൽ നിങ്ങൾക്ക് കുടുംബസമേതം ഈ വരുന്ന 26-ാം തീയതി റിപ്പബ്ലിക് പരേഡിൽ പങ്കെടുക്കാനായിട്ട് ഡൽഹിക്ക് പുറപ്പെടുന്നു എന്നറിഞ്ഞു. എന്താണ് അതിൻ്റെ വിശേഷങ്ങൾ? അതിൻ്റെ വിശേഷം പ്രസിഡന്റ് പറയുമല്ലേ? നമസ്കാരം പ്രസിഡന്റ്, എന്തുണ്ട് വിശേഷം? പറയൂ. എപ്പോഴാണ് ഡൽഹിക്ക് പുറപ്പെടുന്നത്? 24-ാം തീയതി രാവിലെ 11 മണിക്ക് നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് ഡൽഹിക്ക് പോകാനുള്ള ഫ്ലൈറ്റ്. KLD ബോർഡാണ്. അങ്ങനല്ലല്ലോ, ഇന്ന് രാത്രി 12 മണിക്ക് പോകുന്നതാണല്ലോ. ഇന്ന് രാത്രി 1 മണിക്ക് ഇവിടുന്ന് നെടുമ്പാശ്ശേരിയിലേക്കും നെടുമ്പാശ്ശേരിയിൽ നിന്ന് നാളെ രാവിലെ 11 മണിക്കാണ് ഫ്ലൈറ്റ്. അതെ. അവിടെ എത്ര ദിവസം ഉണ്ടാവും പരേഡും? 27-ാം തീയതിയാണ് അവിടുന്ന് തിരിക്കുന്നത്. അതെ. അപ്പോൾ ഇത്രയും ദിവസം ഈ പശുവിന്റെ ഒക്കെ കാര്യം ആരും നോക്കും? പശുവിന്റെ കാര്യം ഇവിടെ മോൻ 10-ാം ക്ലാസ്സിലാണ്. അവ അത്യാവശ്യം പശുവിന്റെ കാര്യങ്ങളൊക്കെ നോക്കും. പിന്നെ ഇവിടെ ഉള്ള നമ്മളുമായി ബന്ധപ്പെട്ട ആൾക്കാരെല്ലാം നമ്മളെ സഹായിക്കാൻ തയ്യാറായാണ് നിൽക്കുന്നത്. പിന്നെ 4 ദിവസം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് കൊടുക്കാനുള്ള പുല്ലും മറ്റും എല്ലാം ഞങ്ങൾ നേരത്തെ ശേഖരിച്ച് വെച്ചു. യാത്ര. ഇതെങ്ങനെയാണ് ഇതിന് സെലക്ഷൻ കിട്ടിയത്? ഇതെന്ന് പറയുമ്പോഴത്തേക്ക് അറിയാലോ, ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ടാണ് ഇതെടുത്തിട്ടുള്ളത്. അപ്പം ഞങ്ങൾക്ക് KLD ബോർഡിൽ നിന്നാണ് അറിയിപ്പ് കിട്ടുന്നത്. സെലക്ഷൻ ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ക്ഷീരകർഷക എന്ന നിലയിലും ഈ മേഖലയിൽ പണിയെടുക്കുന്ന ഒരാളായിട്ടുമാണ് നമുക്ക് സെലക്ഷൻ കിട്ടിയതെന്നാണ് അറിയാൻ സാധിച്ചത്. ഈ പശു വളർത്തലൊക്കെ എങ്ങനെ പോകുന്നു മുന്നോട്ട്? കുഴപ്പമില്ല. ലാഭകരമാണോ? ലാഭകരം എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ അറിയാമല്ലോ, നമ്മുടെ ഈ തീറ്റയുടെ വിലയും വിലവർധനവും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കർഷകർക്ക് വലിയ ലാഭം എന്ന് പറയാനില്ല. എന്നാലും എപ്പോഴും നമ്മുടെ ഇപ്പോൾ കുട്ടികളൊക്കെ പഠിക്കുന്നതാണ്, അവർക്കൊക്കെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാൽ നമ്മുടെ കയ്യിൽ 100 രൂപയെങ്കിലും എടുക്കാൻ കാണും. അത്രേ ഉള്ളൂ. അപ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരു ഗ്രഹനായിക, അവ വീട്ടിൽ ജോലികൾ അതിൻ്റെ എല്ലാ തിരക്കുമുണ്ട്, അതിനിടയിൽ പശു വളർത്തൽ, അതോടൊപ്പം അതിൽക്കാൾ ഒരു വലിയ ഭാരിച്ച ഉത്തരവാദിത്വമാണ് ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ പ്രവർത്തിക്കുക എന്നുള്ളത്. പിന്നെ ഒരു പൊതുപ്രവർത്തക, ഇതെല്ലാം കൂടെ എങ്ങനെ മാനേജ് ചെയ്യുന്നു? എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? ഞാൻ ഒറ്റയ്ക്കല്ല, അറിയാം. എൻ്റെ ഹസ്ബൻഡ് പുള്ളിക്കാരൻ പിന്നെ രാവിലെ ഞാനും ഹസ്ബൻഡും ഒരു 3:30 മണിയാകുമ്പോൾ എഴുന്നേൽക്കുന്നതാണ്. ആ 3:30 മണി മുതൽ 10 മണി വരെ ഹസ്ബൻഡും ഞാനും കൂടെ ചേർന്നാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ ഞാൻ എൻ്റെ മേഖലയിലേക്ക് പോകും. അത് കഴിഞ്ഞാൽ മുഴുവൻ സമയവും ഹസ്ബൻഡാണ് ഇതിൻ്റെ കൂടെ നിൽക്കുന്നതും മറ്റു കാര്യങ്ങളെല്ലാം നോക്കുന്നതും. പിന്നെ ഞാൻ പോയ മാക്സിമം നേരത്തെ വരുന്ന ദിവസം ഞാനും കൂടും, ഇല്ലാത്ത ദിവസം പുള്ളിക്കാരൻ തന്നെയാണ് ബാക്കി കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അത്യാവശ്യം മോൻ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് അവൻ സഹായിക്കാറുണ്ട്. മോനും ഇതിലൊക്കെ പങ്കെടുക്കാറുണ്ടല്ലേ? മോളെ അതിലൊന്നും എത്താറായില്ല. അല്ല, ഇതല്ല മോള് പ്ലസ് ടുവിനാണ്. മോള് പ്ലസ് ടുവിനാണ്. ഞാൻ ഇതാണ് മോളെന്ന് കരുതി. അല്ല, മോള് പ്ലസ് ടുവിനാണ് പഠിക്കുന്നത്. മോള് ഇവിടെ ഉണ്ടോ? അവളിവിടെ ഉണ്ട്. സ്കൂളിൽ പോകാൻ റെഡിയാകുന്നു. അവൾക്ക് പിന്നെ ഈ അലർജി സംബന്ധമായ ചെറിയ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇതിലേക്ക് ഞങ്ങൾ കൊണ്ടുവരില്ല. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ഡൽഹി യാത്ര സന്തോഷകരമാണല്ലേ? ഡൽഹി യാത്ര എന്ന് പറയുമ്പോഴത്തേക്കും നമ്മള് പിന്നെ ഇപ്പൊ എന്നെ പോലെയുള്ളവരായാലും പിന്നെ മറ്റുള്ളവരായാലും ഈ റിപ്പബ്ലിക് ഡേ പരേഡ് ഒന്ന് നേരിട്ട് കാണണമെന്ന് ആഗ്രഹമുള്ളവരായിരിക്കും ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാരും.
അപ്പൊ ഞങ്ങൾക്ക് ഇപ്പോഴും ഈ ഒരു അവസരം കിട്ടിയത് വളരെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളും അങ്ങനെ തന്നെയാണ്. കാരണം നമ്മുടെ നാടിന് കൂടി ഇതൊരു അഭിമാനമാവുകയാണ്. ഒരു ഇന്ത്യയുടെ പരമോന്നത ദിവസമായ റിപ്പബ്ലിക് ഡേയിൽ നമ്മുടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റും കുടുംബവും ആ പരേഡിൽ പങ്കെടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമല്ല, ചടയമംഗലത്തുകാർക്കായ നമുക്ക് കൂടി അത് വളരെയധികം അഭിമാനമുള്ള ഒരു കാര്യമാണ്. അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ യാത്ര സുഖകരമാകട്ടെ. തിരിച്ചു വരുന്നതുവരെയുള്ള യാത്രകളിലെല്ലാം തന്നെ ഈശ്വരൻ കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. ഞങ്ങൾക്ക് ഈ പശുവിനെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരണം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇത് ഈ പുല്ല് ഇങ്ങനെ മേടിക്കുന്നതാണോ? അല്ല, നമ്മള് പോയി കൊണ്ടുവരുന്നതാണ്. ഇത് ഇവിടെ എവിടെയെങ്കിലും വളർത്തുന്നുണ്ടോ? ഇവിടെ തൊട്ടടുത്ത് വളർത്തുന്നുണ്ട്. പിന്നെ നമ്മളെ സുനിയന്റെ ഒരു സുഹൃത്ത് തന്നെയാണ് ഞങ്ങളെ സഹായിക്കുന്നത്. നിങ്ങൾക്കറിയാം, പിന്നെ നമ്മുടെ ഈ എന്താ പറയുന്ന ഒരു നിസാർ എന്ന് പറയും, അദ്ദേഹം മാടനടയിലുള്ള അദ്ദേഹത്തിന്റെ സ്ഥലത്ത് പുൽകൃഷിയാണിത്. അപ്പൊ അദ്ദേഹം വളരെ നല്ല രീതിയിൽ ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. പ്രതിഫലം ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ വളരെ കാലങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന്റെ പുരയിടത്തിലെ പുല്ല് ഞങ്ങൾക്ക് തരാറുണ്ട്. നമുക്ക് ഈ പുല്ല് നട്ടു വളർത്താമല്ലോ. ഇവിടെ അതിനുള്ള സ്ഥലമുണ്ടോ? ഞങ്ങൾക്ക് അതിനുള്ള സ്ഥലമില്ല. ഈ വീടിരിക്കുന്ന ഇത്രയും സ്ഥലം, പിന്നെ കുറച്ച് പൊക്ക പ്രദേശമാണ്. അവിടെ അത്യാവശ്യം കുറച്ച് റബ്ബറാണുള്ളത്. പിന്നെ അപ്പൊ അതുകൊണ്ട് പുല്ല് നട്ടു വളർത്താനുള്ള സൗകര്യം ഞങ്ങൾക്കില്ല. ഇല്ല. അതെ. അപ്പൊ ഈ നിൽക്കുന്നത് എത്ര മാസം പ്രായം വരും ഈ കുട്ടിക്ക്? ഇത് ഏകദേശം 1 വയസ്സ് കഴിഞ്ഞു. 1.25 വയസ്സൊക്കെ ആയി. ഇത് ജീർണത്തിൽപ്പെട്ടതാണ്. ഇത് ഇവിടെ തന്നെ പ്രസവിച്ച് ഇത് ഇരട്ട കുട്ടികളായിരുന്നു. ഇതിന്റെ കൂടെ ഉണ്ടായിരുന്നത് ഒരു ആൺകുട്ടിയായിരുന്നു. അവനെ നമ്മൾ കൊടുത്തു. പിന്നെ ഉള്ള പെൺകുട്ടിയെ ഞങ്ങള് സൂക്ഷിക്കുകയാണ്. ഇത് എത്ര മാസം പ്രായമുണ്ട് ഈ കുഞ്ഞിന്? ഇതിപ്പോ ഒരു 5.5-6 മാസമാവും. 6 മാസമാവും. അപ്പൊ ഇതിന് ഇരമരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞോ? കൊടുത്തല്ലോ. മറ്റു പശുക്കളെ കൂടെ നമുക്കൊന്ന് കാണാം. ഓരോന്നിനും നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താം കേട്ടോ. ഇത് ഒരാളെ ഉള്ളോ? ഇവള് ഗർഭിണിയാണ്. ഇവളെ ഇവിടെ തന്നെ പ്രസവിച്ചതാണ്. ഇവളുടെ കുട്ടിയാണ് അവിടെ ചെറുത്. ഇത് ഏതനത്തിൽപ്പെട്ടാണ്? ഇനത്തിൽപ്പെട്ടത്. ഇതിന്റെ അമ്മ ജേഴ്സി ഇനത്തിൽപ്പെട്ടതായിരുന്നു. ഇതിന്റെ അമ്മയിലൂടെയാണ് ആദ്യമായി ഞങ്ങള് പശു വളർത്തൽ ആരംഭിക്കുന്നത്. അതെ, അപ്പുറത്താണ്. ഇവർ രണ്ടുപേരുണ്ടേ? രണ്ടുപേരും കറക്കുന്നതാണ്. കറവ എങ്ങനെ സ്വന്തമായിട്ടാണോ അതോ പുറത്തുനിന്ന് ആളിനെ വിളിച്ച് ചേച്ചി വരും കറക്കാൻ ചേച്ചി? ഇത് ഇപ്പൊ ഞാൻ മറ്റൊന്ന് ചോദിക്കട്ടെ, വെള്ള സൗകര്യം എങ്ങനെയാണ്? ഇത് സൗകര്യം ഞങ്ങൾ കിണറ്റിൽ അത്യാവശ്യം വെള്ളമുണ്ട്. പിന്നെ ലൈൻ പൈപ്പ് എടുത്തിട്ടുണ്ട്. ഉണ്ട്. അല്ല, ഞാൻ പറയുന്നത് ഈ പശുക്കളെ ഏറ്റവും കൂടുതൽ പാല് കിട്ടണമെങ്കിൽ നന്നായി തണുക്കണമെന്ന് പറയുന്നു. അപ്പൊ ഈ കുളിപ്പിക്കാനുള്ള സൗകര്യം, നനയ്ക്കാനുള്ള സൗകര്യം എങ്ങനെ, വെള്ള സൗകര്യം ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. സൗകര്യം ഞങ്ങൾക്ക് വെള്ളത്തിന് മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഞങ്ങളുടെ കിണറ്റിൽ ആവശ്യം പോലെ വെള്ളമുണ്ട്. പിന്നെ ഉണക്കാവുമ്പോഴാണ് ചില ബുദ്ധിമുട്ട് വരുന്നത്. അതിന് ഞങ്ങൾ ലൈനിലുണ്ട്. പിന്നെ എന്നും രാവിലെ 4 മണിയാവുമ്പോ ഈ പശുക്കളെ എല്ലാം കുളിപ്പിച്ചതിന് ശേഷം മാത്രമേ കറക്കുള്ളൂ. എന്താണ് സുനിലിന് പറയാനുള്ളത് ഈ സന്തോഷ നിമിഷത്തിൽ? ഭയങ്കര സന്തോഷം തന്നെയാണ്. ഒരു ക്ഷീര കർഷകനായിട്ട് നിന്ന് ഇന്ത്യയുടെ റിപ്പബ്ലിക് പങ്കെടുക്കുക എന്നുള്ളത് ഒരു വലിയ സന്തോഷകരമായ കാര്യമാണല്ലേ. അപ്പൊ ഈ ജോലി തിരക്കിനിടയിലൊക്കെ എല്ലാം അറേഞ്ച് ചെയ്താണ് പോകുന്നത്. അപ്പൊ രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ഇത്രയും സമയം സാക്ഷി ടിവിക്ക് വേണ്ടി ഒരു അവസരം തന്നതിൽ ഞങ്ങൾ വളരെ അധികം ആത്മാർത്ഥതയോടെ നിങ്ങൾക്കൊരു നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി.